रुपये का सिक्का सबको दौड़ रहा है। किसी के हिस्से में कम, किसी के हिस्से में ज़्यादा। इससे आपने ക്യാ സംച രൂപ നാണയത്തുട്ടുകൾ ഏവരെ ഓടിക്കുകയാണ്, ചിലത് കുറച്ച്, ചിലർക്ക് കൂടുതലും. ഇതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? മനുഷ്യക്കോ സിന്ദഗി ബിതാനെ കെ ലിയെ പൈസേ കി സറൂരത്ത് ഹോത്തി ഹെ. काम करके मेहनत से पैसा कमाना पड़ता है. कुछ लोग जल्दी पैसा कमाते हैं, कुछ लोगों को मेहनत करने पर भी कम पैसा मिलता है. മനുഷ്യന് ജീവിക്കാൻ വേണ്ടി പണം വേണം. ജോലി ചെയ്ത് അധ്വാനിച്ച് പൈസ സമ്പാദിക്കേണ്ടി വരുന്നു. ചിലർക്ക് പെട്ടെന്ന് തന്നെ സമ്പത്ത് ഉണ്ടാക്കുന്നു, ചിലർ കഠിനാധ്വാനം ചെയ്തിട്ടും സമ്പത്ത് ലഭിക്കുന്നില്ല. ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയെ കുച്ച് കരേഗി. ജനത സർക്കാർ സേ ക്യാ ക്യാ ഉന്മീദ് രക്തി ഹെ. എന്താ അതിനുശേഷം സർക്കാർ എനിക്ക് വല്ലതും ചെയ്തു തരുമോ? ജനങ്ങൾ സർക്കാരിൽ നിന്ന് എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? ജനത സർക്കാർ സെ ഹർ ക്ഷേത്ര മേ സുധാർ ഓർ വികാസ് की उम्मीद करती है. अच्छी शिक्षा, स्वास्थ्य सेवा, नौकरी, बुनियादी आवश्यकताएं, न्याय, सुरक्षा और സമാനത ആദിക്ക് ഉന്മീതെ രക്തി ഹെ. ജനത സർക്കാരിൽ നിന്ന് എല്ലാ മേഖലയിലും പുരോഗതിയും വികസനവും ആഗ്രഹിക്കുന്നു. നല്ല വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ, ന്യായം, സുരക്ഷ, തുല്യത തുടങ്ങിയവയ്ക്ക് പ്രതീക്ഷിക്കുന്നു. अगर मेरी कहानी सुनने से आपको काम होता है तो मैं आ जाऊँगा. यहाँ റിക്ഷാ ചാലക कौन सा മനോഭാവ പ്രകട होता है. എൻ്റെ കഥ കേട്ടിട്ട് താങ്കൾക്ക് വല്ല ഗുണവും ലഭിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വരാം. റിക്ഷക്കാരൻ്റെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? യഹാ റിക്ഷ ചാലക് പരോപകാരി മനോഭാവ് പ്രകട होता है. उसकी कहानी सुनने से यदि किसी को फ़ायदा मिले तो उसे बहुत खुशी होगी. वह पूछता है कि सरकार उसके लिए कुछ करेगी. अपनी वजह से दूसरों को फ़ायदा उसे अच्छा लगता है. ഇവിടെ റിക്ഷക്കാരൻ്റെ പരോപകാര മനോഭാവമായാണ് പ്രകടമാകുന്നത്. തൻ്റെ കഥ കേട്ടിട്ട് ആർക്കെങ്കിലും ഗുണം ലഭിക്കുകയാണെങ്കിൽ അയാൾ ഏറെ സന്തോഷമാണ്. സർക്കാരിൽ നിന്ന് തനിക്ക് വല്ല സഹായം ലഭിക്കുമോ എന്നും അയാൾ ചോദിക്കുന്നുണ്ട്. താൻ കാരണം മറ്റൊരാൾക്ക് ഗുണം ലഭിക്കുന്നത് അയാൾക്കേറെ സന്തോഷം നൽകുന്നു. നീന്ത് കി യഹാ അസംഭവ് ക്യോ ബതായ ഗയാ ഹോഗ. ഉറക്കം അസംഭവ്യം എന്ന് എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 14 सालों से रिक्शा चालक 3 फीट लंबी रिक्शा के पीछे सीट पर सोता था. छोटी सी सीट पर मुड़े तुड़े सोने से പക്കി നീന്ത് സംഭവനിഹി. 14 വർഷങ്ങളായ റിക്ഷക്കാരൻ തൻ്റെ റിക്ഷയുടെ 3 ഫീറ്റ് നീളമുള്ള പെൻസീറ്റിൽ ഇരുന്ന് ഉറങ്ങിയിരുന്നത്. കുഞ്ഞു സീറ്റിൽ ഒടിഞ്ഞു മടങ്ങി കിടന്നാൽ ശരിയായ ഉറക്കം ലഭ്യമാവില്ല. तब क्या उसकी थकान के कुछ साल उसमें जुड़ गए हैं. ലേഖിക ने ऐसा क्यों सोचा होगा. അപ്പോൾ ക്ഷീണം മുഴുവൻ അയാളുടെ പ്രായത്തെ ചേർന്നിരിക്കുന്നുവോ? ലേഖിക എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക? रिक्शा चालक का शरीर एकदम कमज़ोर हो गया था. आंखें घसी हुई थी, चेहरे की हड्डियां भी उभर हुई थी. कठिन मेहनत और आराम की कमी की वजह से उसका शरीर पूरा कमज़ोर हो गया था. റിക്ഷക്കാരൻ്റെ ശരീരം തികച്ചും ശോഷിച്ചിരിക്കുകയായിരുന്നു. കണ്ണുകൾ കുഴിഞ്ഞിരുന്നു, മുഖത്തെ എല്ലുകൾ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കഠിനാധ്വാനവും വിശ്രമക്കുറവും കാരണം അയാളുടെ ശരീരം ഏറെ ക്ഷീണിതാവസ്ഥയിലായിരുന്നു. ദോ വക്ത് കി റോട്ടി മിൽ ജായേ തോ ഗനീമത്ത് ഹെ. ഇസ് കഥൻ പർ ആപ്കാ വിചാർ ക്യാ ഹെ. 2 നേരം ഭക്ഷണം ലഭിക്കുക എന്നത് ഭാഗ്യം തന്നെ. ഇതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദോ വക്ത് കി റോട്ടി മിൽ ജായേ തോ ഗനീമത്ത് ഹെ. ഇസ്കാ മത്ലബ് ഹെ കി റിക്ഷാ ചാലക് കി സിന്ദഗി ബഹുത് മുഷ്കിൽ സെ ചൽ रही है. गरीब रिक्शा चालक को कठिन मेहनत करते हुए भी 2 वक्त के लिए ही खाना मिलता है. कभी कभी वह भी नहीं मिला है. गरीबों की हालत यही है. दुनिया भर में इस तरह के कई लोग हैं. റിക്ഷക്കാരൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നതിന്. കഠിനാധ്വാനവും ചെയ്തിട്ടും 2 നേരം മാത്രമാണ് ആഹാരം കഴിക്കാനുള്ള വക ലഭിക്കുന്നത്. അപ്പോൾ കിട്ടാറുമില്ല. ഇതാണ് പാവപ്പെട്ടവരുടെ അവസ്ഥ. ലോകം മുഴുവൻ ഇത്തരത്തിൽ അനേകം ആളുകളുണ്ട്. हम एक ही शहर में रहते हुए भी 2 अलग मौसम में रहते हैं. अन्न और भूख के मौसम में, घर और बेघर के मौसम में. इस कथन पर आपका विचार क्या है. ഞങ്ങൾ ഒരേ നഗരത്തിൽ ഇരുന്നു കൊണ്ട് 2 വ്യത്യസ്ത കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്. അന്നത്തിൻ്റെയും വിശപ്പിൻ്റെയും കാലാവസ്ഥയിൽ, വീടിൻ്റെയും വീടില്ലായ്മയും കാലാവസ്ഥയിൽ. ഈ പ്രസ്താവന താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ലേഖിക और रिक्शा चालक दिल्ली शहर में रहते हैं. दोनों एक शहर में रहते हुए भी अलग अलग सामाजिक परिवेश में जीते हैं. एक के पास घर और खाने की कमी नहीं, दूसरे के पर दोनों का अभाव है. एक तो अमीर है, दूसरा गरीब.
ലേഖികയും റിക്ഷക്കാരനും ഡൽഹിയിൽ ഒരേ പട്ടണത്തിലാണ് താമസിക്കുന്നത്. രണ്ടുപേരും വ്യത്യസ്തമായ സാമൂഹിക വ്യവസ്ഥയിലാണുള്ളത്. ഒരാൾക്ക് വീടുണ്ട്, ഭക്ഷണവുമുണ്ട്. മറ്റേയാൾക്ക് വീടുമില്ല, ഭക്ഷണവുമില്ല. ഒരാൾ പണക്കാരനും ഒരാൾ പാവപ്പെട്ടവനുമാണ്.